ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിത്ത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ് നോക്കാൻ പോണത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാം. ഡീപ്പായിട്ട് പറയാമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാൻഡിൽ സ്റ്റിക്കും എടുത്ത് നോക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് മാത്രം നമുക്ക് നോക്കാം. അതെന്താ വെച്ചാൽ ഓരോ കാൻഡിൽ സ്റ്റിക്കും നമുക്ക് ഓരോ സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കാൻഡിൽ സ്റ്റിക്ക് നോക്കി നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം കാൻഡിൽ സ്റ്റിക്കിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് അടുത്തത് നടക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് ഓരോ കാൻഡിലും ബയേഴ്സും സെല്ലേഴ്സിൻ്റെയും ഫൈറ്റാണ്. ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ബയേഴ്സ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് സെല്ലേഴ്സ് അവരെ ചുവട്ടിലേക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓരോ ക്യാൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്താ നടക്കണമെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വലിച്ചു നീട്ടില്ല. എന്താണ് കാൻഡിൽ സ്റ്റിക്ക് എന്നുള്ളത് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ കുറേയധികം കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മാത്രമാണ് നോക്കുന്നുള്ളൂ. അതായത് ഡോജി, സ്പൈനിങ് ടോപ്പ്, ഷേവൻ ഹെഡ് ഇങ്ങനെയുള്ള കാൻഡിൽ സ്റ്റിക്കൊന്നും നമ്മൾ നോക്കണില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാൻഡിൽ സ്റ്റിക്ക് മാത്രം നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോണത് 4 ടൈപ്പ് കാൻഡിൽസിനെയാണ്. ബുള്ളിഷ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിൽ, പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ, ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഇത്രയും ക്യാൻഡിൽ നോക്കിയാൽ മതി അത്യാവശ്യം നമുക്ക് ഒരു ക്യാൻഡിലിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ 4 പോയിൻ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. അതിനു മുമ്പ് നമുക്ക് കാൻഡിൽ സ്റ്റിക്കിനൊന്ന് പരിചയപ്പെടാം. അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒന്ന് ഗ്രീൻ കളറിലുള്ളത് ബുള്ളിഷ് ക്യാൻഡിലും റെഡ് കളറിലുള്ളത് ബിയറിഷ് ക്യാൻഡിലുമാണ്. അപ്പോൾ ഗ്രീൻ കളറിലുള്ളതിൻ്റെ ഓപ്പൺ ഇവിടെ ആയിരിക്കും. അതായത് ക്യാൻഡിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ക്ലോസ് ഈ മുകളിലായിരിക്കും. അതിന് മുകളിൽ ചോട്ടിലുള്ള 2 ലൈനില്ലേ, അതിന് നമ്മൾ ശരിക്കും പറയുന്നത് അപ്പർ ഷാഡോ, ചോട്ടിലുള്ളതിന് ലോവർ ഷാഡോ എന്നാണ് പറയുക. നമുക്കതിന് വേണമെങ്കിൽ ടെയിൽ എന്ന് വിളിക്കാം. അപ്പർ ടെയിൽ, ലോവർ ടെയിൽ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ റെഡ് കളർ കാണുന്നതാണ് ബിയറിഷ് ക്യാൻഡിൽ. ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ മുകളിലായിരിക്കും. അത് ചോട്ടിലേക്ക് ഇറങ്ങി ക്ലോസ് ചോട്ടിലാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിനും ടെയിൽ വരാം, പലപ്പോഴായിട്ട് വരാതിരിക്കാം. അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാണ് ക്യാൻഡിലിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാനുള്ളത് ബേസിക്കായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ആവശ്യമുള്ള കാൻഡിൽ സ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഞാൻ ഈ പറഞ്ഞ ക്യാൻഡിൽസ് എല്ലാം ഈ ഒരു പിക്ചറിലുണ്ട്. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ നോക്കാം. ഈ ആദ്യത്തെ ക്യാൻഡിൽ എന്താ വെച്ചാൽ നമുക്ക് ടെയിൽ കാണാനില്ല അല്ലേ. അതായത് അപ്പർ ഷാഡോ, ലോവർ ഷാഡോ, അല്ലെങ്കിൽ അപ്പർ ടെയിലും ലോവർ ടെയിലും ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം എന്താ അറിയോ, ഇതൊരു ഫുൾ ബുള്ളിഷ് ക്യാൻഡിലാണ്. അതിൽ മൊത്തം ബയേഴ്സാണ്. അത് കാരണം കൊണ്ട് അതിനെ ചോട്ടിൽ നിന്ന് പൊക്കി ബയേഴ്സ് വാങ്ങുന്തോറും പൊക്കി മുകളിൽ പോയിട്ട് സ്റ്റോപ്പായിരിക്കണം. അതാണ് ഈ ആദ്യത്തെ കാണുന്ന ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിലേക്ക് പോവാം. രണ്ടാമത്തെ ക്യാൻഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, അതിലൊരു ചെറിയൊരു ടൈലുണ്ട് അല്ലേ. മുകൾ വശത്ത് ചെറിയൊരു ടൈലുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബുള്ളിഷ് ക്യാൻഡിലിൽ അടിവശത്തു നിന്നാണ് ഓപ്പൺ, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ അടിവശത്തു നിന്ന് ഈ ടൈലുള്ള ടോപ്പ് വരയ്ക്ക് പോയിട്ടുണ്ട് ആദ്യം. അതിനുശേഷം അതിനെ ഇറക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാ ഇറക്കി കൊണ്ടുവന്നിരിക്കുന്നത്? അത് നമ്മുടെ സെല്ലേഴ്സാണ്. അതായത് മുകൾ വശം വരയ്ക്ക് പോയി, അതിനുശേഷം അതിനെ അടിച്ച് സെല്ലേഴ്സ് അടിച്ച് ചോട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മൾ നോക്കിയ ക്യാൻഡിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. സെല്ലേഴ്സിൻ്റെ പ്രസൻറ്റ് കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ കണ്ട എന്ത് മനസ്സിലാക്കുക, അതിൽ കുറച്ചും കൂടി ടെയിൽ കൂടി അല്ലേ. ടെയിൽ കൂടുക എന്ന് മാത്രമല്ല, നമ്മുടെ ബ്ലോക്ക്, ക്യാൻഡിലിൻ്റെ ബ്ലോക്കിൻ്റെ വലിപ്പം കമ്മിയായിട്ടുണ്ട്. അതിനർത്ഥം അത് ഓപ്പൺ ചെയ്തിട്ട് മേൽവശം വരയ്ക്ക് പോയി. പക്ഷേ നേരത്തെ ഇതിലും കൂടുതൽ സെല്ലേഴ്സ് ഈ ഒരു ക്യാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ അടിച്ചടിച്ച് അതിനെ ചോട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലോസ് ചെയ്തു.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലാണ്. ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നർത്ഥം. ഇനി അടുത്ത 3 ക്യാൻഡിൽ നോക്കാം. ഈ 3 ക്യാൻഡിലിനെയാണ് നമ്മൾ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതെന്താ കാരണം? ആ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം അതിൻ്റെ ടെയിൽ കണ്ടോ? അപ്പോൾ ആദ്യത്തെ ആ ക്യാൻഡിൽ തന്നെ എടുത്തോളൂ. അതിൽ ഏകദേശം തുടങ്ങിയത് ഈ ഭാഗത്തു നിന്നാണ്. അതിനുശേഷം ചോട്ടിലേക്ക് വന്നു, പിന്നെ അവിടുന്ന് ബയേഴ്സ് കയറ്റിക്കൊണ്ടുപോയി, അതിനുശേഷം മുകളിലേക്ക് പോയി, പിന്നെ അവിടുന്ന് സെല്ലേഴ്സ് അടിച്ചടിച്ചടിച്ച് ഈ ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും അതിൽ ഈക്വലായി വരുമ്പോൾ നമുക്ക് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നോക്കൂ, ആ ചെറിയ ബ്ലോക്കുള്ളത്, ആ ബ്ലോക്കുള്ളതും അതേപോലെ തന്നെയാണ്. മുകളിൽ നിന്നും ചോട്ടിൽ നിന്നും ഒരേപോലത്തെ പ്രഷറാണ്. സെല്ലേഴ്സും ബയേഴ്സും ഒരേപോലെ ഫൈറ്റ് ചെയ്ത് ഒരേപോലെ ജയിച്ചിരിക്കുന്നത്. അതായത് 2 കൂട്ടരും ഒരേ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ അതേപോലത്തുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ 3 ക്യാൻഡിൽ നമ്മൾ പറയാൻ പോണത് ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്നാണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് നമ്മൾ എൻട്രി എടുക്കാൻ കുറച്ചൊന്ന് ആലോചിക്കണം. എന്താ വെച്ചാൽ ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 3 ക്യാൻഡിൽ ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്യാൻഡിലിനെ നോക്കാം. ഇവിടെ നമ്മുടെ ബിയറിഷ് ക്യാൻഡിൽ കുറച്ചും കൂടി പവർഫുള്ളായിരിക്കുകയാണ്. അതെന്താ വെച്ചാൽ ബിയറിഷ് ക്യാൻഡിൽ നമ്മൾ പറഞ്ഞു മുകളിൽ നിന്നാണ് തുടങ്ങുക. ഓപ്പൺ മുകൾ വശത്താണ്, അതിനുശേഷം ക്ലോസ് അടിവശത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുകളിൽ നിന്ന് തുടങ്ങി അടിവശം വരയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ചുവട്ടിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് അടിച്ചടിച്ചടിച്ച് കയറ്റി. പക്ഷേ നമുക്ക് ഏകദേശം ബയേഴ്സിന് ഏകദേശം ഈ ഒരു ലെവൽ വരെയാണ് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. അതിനുശേഷം അവർ പരാജയപ്പെട്ടു. അപ്പോൾ അതാണ് ഈ ഒരു ക്യാൻഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായി? അവിടെ ബിയറിഷ് ക്യാൻഡിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ കണ്ട കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഇതേപോലത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണം? ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതിൽ സെല്ലേഴ്സിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ? ബയേഴ്സ് ചോട്ടിൽ നിന്ന് പരിശ്രമിച്ച് നോക്കി മുകളിലേക്ക് കൊണ്ടുപോകാൻ, പക്ഷേ കുറച്ച് ദൂരമാണ് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞുള്ളൂ. സെല്ലേഴ്സിൻ്റെ പ്രഷർ കാരണം അവർ കീഴടങ്ങി. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാകുമ്പോൾ അടുത്തൊരു ക്യാൻഡിലോ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അത് മൊത്തത്തിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. കാരണം അതിൽ മൊത്തം സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ടെയിലേ ഇല്ല. അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതായത് ഏത് പൊസിഷനിലാണെങ്കിലും ശരി, ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ശരി, ഒരു ബിയറിഷ് റെഡ് ക്യാൻഡിലാണെങ്കിലും ശരി, രണ്ടിലും ഒരു സൈഡുള്ള ടെയിൽ ലെങ്ത്ത് കൂടുമ്പോൾ ആ ട്രെൻഡ് അവസാനിക്കാൻ പോകണമെന്നർത്ഥം. ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലിൽ ഏകദേശം ഒരു സൈഡ് മാത്രം, മുകൾ വശത്ത് മാത്രം കുറച്ച് ഹൈറ്റിൽ ടെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ അറിയോ? ആ ഒരു ട്രെൻഡ് മാറി ഒരു ബിയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വരാൻ പോവുകയാണ് അടുത്തത്. അതിനുശേഷം ബിയറിഷിലേക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ ഒരു റെഡ് ക്യാൻഡിലെ അടിവശത്ത് ടെയിൽ ഭയങ്കര ലോങ് ആയിട്ടുണ്ടെങ്കിൽ ആ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ട്രെൻഡ് മാറി അടുത്തതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വരാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിലുകൾ ഓരോന്നായിട്ട് ഫോം ആവാൻ, ബയേഴ്സ് കൂടുതലായിട്ട് ഇറങ്ങാൻ പോകുമെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, ബിയറിഷ് ക്യാൻഡിൽ എന്താണ്, പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ എന്താണ്, അതുപോലെ തന്നെ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്താണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് അതൊരു പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലാണ് കേട്ടോ. നേരത്തെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്ഷനിലും ഈ ഒരു ക്യാൻഡിൽ പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോ ലഭിക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.